إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടുകൂടെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി തഖ്വയോടുകൂടെ ജീവിക്കാനും ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ അമ്പിയാക്കളുടെ ദൗത്യത്തിൻ്റെ ആകെ ഉള്ളടക്കം അത് തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടിയിലേക്കും ഇബാദത്ത് തിരിക്കാൻ പാടില്ല എന്ന ദൗത്യവുമായിട്ടാണ് എല്ലാ അമ്പിയാക്കളും അയക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ സമുദായത്തിലേക്കും നാം മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട്. അവരുടെ ദൗത്യം എന്തായിരുന്നു? അനിഅബ്ദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന മുഴുവൻ മൂർത്തികളെയും ഒഴിവാക്കണം എന്നതായിരുന്നു അവരുടെ ദൗത്യം. അല്ലാഹു വീണ്ടും പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. താങ്കൾക്ക് മുമ്പ് ഏതൊരു റസൂലിനെ നാം അയച്ചിട്ടുണ്ടോ അവർക്ക് നാം വഹ്യ് നൽകാതിരുന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹതയുള്ളവനായിട്ട് മറ്റാരുമില്ല. ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മുർസലീങ്ങൾക്കും അവരുടെ ദൗത്യമായി അവരുടെ ഉമ്മത്തിനെ നയിക്കാൻ, അവർക്ക് പ്രബോധനം ചെയ്യാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ പ്രഥമ ഉത്തരവാദിത്തമായി പഠിപ്പിച്ചു കൊടുത്ത കാര്യം, വഹ്യ് നൽകിയ കാര്യം ഇതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖാലിഖായ റബ്ബിനോടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാജിബ്, അനിവാര്യമായ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം മറ്റൊരു സൃഷ്ടിയെയും ആരാധിക്കാതിരിക്കലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ മറ്റൊന്നിനെയും മറ്റൊരു സൃഷ്ടിയെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് വിധിച്ചിരിക്കുന്നു. അല്ലാഹു വീണ്ടും പറഞ്ഞു, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ, വലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. 5 നേരവും നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായി പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ഹഖ്, റബ്ബിനോടുള്ള ഏറ്റവും വലിയ പ്രഥമമായ ബാധ്യത, ഹഖ് എന്നത് അതും തൗഹീദ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു
വലാ യുശ്രികൂ ബിഹി ശൈആ. അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ഹഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ വാജിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഏറ്റവും വലിയ ഹഖ്, മഹാന്മാരായ മുഴുവൻ അമ്പിയാക്കളുടെയും അവരുടെ പ്രഥമ ഉത്തരവാദിത്വം ഈ തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലും. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപം എന്താണ്? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഏതാണ്? അത് കൊലപാതകമാണോ? വ്യഭിചാരമാണോ? അല്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ദംബി അഅ്ലം, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും വലിയ പാപം ഏതാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അല്ലാഹുവാണ് നിന്നെ പടച്ചത് എന്നിരിക്കെ ആ അല്ലാഹുവിൽ സമന്മാരെ വെക്കലാണ്, പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ പാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടതും ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതും ഏറ്റവും അധികം ഈ ഉമ്മത്തിന് താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതുമായ വിഷയം അത് ശിർക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്ത്, അത് ദുആയാകട്ടെ, നേർച്ചയാകട്ടെ, സുജൂദാകട്ടെ, ഏത് ഇബാദത്താകട്ടെ, അല്ലാഹുവിന് പുറമെ മറ്റു സൃഷ്ടികൾക്ക് വകവെച്ച് നൽകുക എന്നതും അതാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപം. ആ പാപം നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക, നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, വഇലൽ ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു, ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ. നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കുകയില്ല. എന്തിനാണ് മുസ്ലിം ഉമ്മത്തിനോട് നിരന്തരം തൗഹീദിനെ കുറിച്ച് പറയുന്നതും? എന്തിനാണ് മുസ്ലിം ഉമ്മത്തിനോട് ശിർക്കിനെ കുറിച്ച് നിരന്തരം പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂലിനോട്, ഖലീലുള്ളയോട്, ഹബീബുള്ളയോട്, മുഹമ്മദ് മുസ്തഫയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമൽ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂലിനെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ ശിർക്കിനെ, എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ശിർക്കിനെ ഭയപ്പെടേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിർക്ക് നമ്മിൽ സംഭവിച്ചാൽ നമ്മുടെ മുഴുവൻ അമലുകളും ബാത്തിലായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് പാപം അല്ലാഹു പൊറുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നതിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മറ്റു സൃഷ്ടികളെ വിളിച്ചു തേടുന്നതിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മറ്റു സൃഷ്ടികളോട് ഇസ്തിഗാസ ചെയ്യുന്നതിനെ, നേർച്ച കൊടുക്കുന്നതിനെ, സുജൂദ് ചെയ്യുന്നതിനെ അല്ലാഹു പൊറുക്കൂല. സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു പൊറുക്കൂല. അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും.
അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിർക്കിന്റെ വിഷയത്തിൽ വലിയ ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ കുറിച്ച് വീണ്ടും പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅ്വാഹു നാർ, അവന്റെ മടക്ക സങ്കേതം നരകമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പാപങ്ങൾ ചെയ്തവർക്കും അവരുടെ ശിക്ഷയുടെ കാലയളവ് കഴിഞ്ഞാൽ സ്വർഗം പ്രതീക്ഷിക്കാം. എന്നാൽ അല്ലാഹുവിൽ പങ്കു ചേർത്ത് ജീവിച്ചവന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്തവന് കാലാകാലം അവൻ നരകത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിർക്കിന്റെ വിഷയത്തിൽ വലിയ ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട്. നമ്മുടെ തൗഹീദിൽ കലർപ്പ് വരുന്നതിനെ കുറിച്ച് നിതാന്ത ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ വേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. മക്കളെ തൗഹീദിലായി തർബിയത്ത് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും വലിയ പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിൽ, മക്കളുടെ അഖീദയുടെ വിഷയത്തിൽ നമുക്ക് ഭയം വേണം. മക്കളുടെ വിശ്വാസ വിഷയം, അവരുടെ തൗഹീദിന്റെ വിഷയം, അതിൽ കലർപ്പ് വരുമോ, ശിർക്ക് സംഭവിക്കുമോ എന്നതിനെക്കുറിച്ച് ഭയപ്പാട് വേണം. മഹാന്മാരായ അമ്പിയാക്കൾക്ക് ആ ഭയപ്പാടുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ അമ്പിയാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ അഖീദയുടെ വിഷയത്തിൽ, മക്കളുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ ഭയപ്പാടുണ്ടായിരുന്നു. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ടും ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ടും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ, അകറ്റി നിർത്തണമേ എന്നും ആരാണ് പ്രാർത്ഥിച്ചത്? ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ ഹബീബുല്ലാ എന്ന് പറയാറില്ലേ? അതിനേക്കാൾ ഒരു പടി മേലെയാണ് ഖുല്ലത്ത്. അങ്ങനെയുള്ള അള്ളാഹുവുമായിട്ടുള്ള ഖുല്ലത്ത് ലഭിച്ച മഹാനായ നബിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് തൗഹീദിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച, തൗഹീദിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ച, തൗഹീദിന് വേണ്ടി വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു അതിന്റെ മുമ്പിൽ ക്ഷമയോടുകൂടെ നിന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹമാണ് പ്രാർത്ഥിക്കുന്നത്, വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കണമേ, അകറ്റി നിർത്തണമേ എന്ന് മഹാനായ ഖലീലുള്ള പ്രാർത്ഥിച്ചെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും എത്രമാത്രം ഈ ഭയപ്പാടുള്ളവരായിരിക്കണം. മഹാനായ യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. മഹാനായ യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നനായ സമയത്ത് അദ്ദേഹത്തിന് തന്റെ മക്കളോട് ചോദിക്കാനുണ്ടായിരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നനായി കിടക്കുന്ന സമയത്തു അദ്ദേഹത്തിന് തന്റെ മക്കളോട് ചോദിക്കാനുണ്ടായിരുന്നത്, മാ തഅബുദൂന ബഅദി, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കാൻ പോകുന്നത്? തൗഹീദിന്റെ വിഷയമാണ്. ശിർക്ക് തന്റെ മക്കളിൽ വരുമോ എന്നതാണ് മഹാനായ യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പിതാവിന്റെ ഉപദേശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ഉപദേശിക്കണം, എന്തൊക്കെ വിഷയങ്ങൾ ഉപദേശിക്കണം എന്നെല്ലാം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ പിതാക്കന്മാർക്കും മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ഉപദേശത്തെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലുഖ്മാനിന്റെ ഉപദേശം പ്രസിദ്ധമാണ്. അദ്ദേഹം ആദ്യമായി ഉപദേശിച്ച വിഷയം, അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട്, ചെറിയ മകനെ വിളിച്ചുകൊണ്ട്
ഒന്നാമതായി ഉപദേശിച്ച വിഷയം ഏതാണ് സഹോദരങ്ങളെ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലസുൽമുൻ അദീം. എന്റെ കുഞ്ഞുമോനെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലസുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് വലിയ അക്രമമാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതും അവരെ ഒന്നാമതായി നമ്മൾ തർബിയത്ത് ചെയ്യേണ്ടതും ഈ വിഷയത്തിൽ തന്നെയാണ്. ചെറിയ മക്കളല്ലേ എന്ന് കരുതി ഉപദേശിക്കാതിരിക്കലോ അഖീദ പകർന്നു കൊടുക്കാതിരിക്കലോ അല്ല വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എളാപ്പയുടെ മകൻ അബ്ദുള്ളയെ വിളിച്ചുകൊണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നടത്തിയ ഉപദേശം പ്രസിദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ചെറിയ മക്കളല്ലേ, അവരോട് എങ്ങനെയാണ് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് എങ്ങനെയാണ് അഖീദൊക്കെ മനസ്സിലാകോ, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ, വലുതാകുമ്പോൾ മനസ്സിലാക്കിക്കോളും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ റസൂലിന്റെ മാതൃക നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസിനെ വിളിച്ചു, യാ ഗുലാമു, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ് തജിദുഹു തുജാഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ നിന്റെ പ്രയാസഘട്ടങ്ങളിൽ, നിന്റെ ആവശ്യഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സഹായിയായി നിനക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീദ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിലും നമ്മളുടെ മക്കളുടെ വിഷയത്തിലും നമ്മൾ ഏറ്റവും അധികം ജാഗ്രത കാണിക്കേണ്ടതും ശ്രദ്ധ കാണിക്കേണ്ടതും തൗഹീദിന്റെ കാര്യമാണ്. ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തൗഹീദിൽ അടിയുറച്ചു ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ അവരുടെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ, അവരുടെ അഖീദയുടെ വിഷയത്തിൽ അതിൽ കലർപ്പ് വരാതെ സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രത്തെ മുൻനിർത്തി, അവരുടെ ദുആയിനെ, അവരുടെ നിലപാടുകളെ മുൻനിർത്തി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ രീതിയെ മുൻനിർത്തി എല്ലാം നമ്മൾ പറഞ്ഞു. ആ വിഷയം വളരെ ജാഗ്രതയോടുകൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മക്കളുടെ തൗഹീദിന്റെ കാര്യത്തിൽ, അവരുടെ ദീനിന്റെ വിഷയത്തിൽ നിരന്തരം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ശുദ്ധമായ അഖീദക്ക് കലർപ്പ് വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ സൂക്ഷിക്കുകയും വേണം. അബ്ദുർ റസാഖ് അൽ-ബദർ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളെ തർബിയത്ത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം തൗഹീദിന്റെ വിഷയമാണ്. കാരണം എന്താ? അവരുടെ ഫിത്രത്തിലേക്കാണ് നമ്മളവരെ ക്ഷണിക്കുന്നത്. അവരുടെ ശുദ്ധ പ്രകൃതി തൗഹീദാണ്. അവരുടെ ശുദ്ധ പ്രകൃതി തന്നെ തൗഹീദാണ്. പിന്നീട് മാതാപിതാക്കളാണ് അവരെ ജൂതന്മാരും നസ്രാനികളും മജൂസികളും ഒക്കെ ആക്കി തീർക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് മക്കൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുന്നതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പലപ്പോഴും മക്കൾക്ക് പഠിക്കാൻ സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വിഷയം പല രക്ഷിതാക്കളും ശ്രദ്ധിക്കാത്തതായി വളരെ മുസ്ലിം ഉമ്മത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രനുണ്ട് എന്ന് പറയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രനുണ്ട് എന്ന് പറയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന ആ ഒരു മിഷനുമായി, ആ ഒരു ദൗത്യവുമായി സ്ഥാപിക്കപ്പെട്ട സ്കൂളുകളിലേക്ക്
മക്കളെ അയച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടെ ഇന്ന സ്കൂളിലാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത് എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉപ്പമാരെ, ഉമ്മമാരെ, പിന്മാറണം. ദുനിയാവിലെ ഇസ്സത്തിനു വേണ്ടി, ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടി, ആളുകൾക്കിടയിലെ പേരിനു വേണ്ടി മക്കളെ ഇത്തരം ശിർക്കിന്റെ സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുക എന്നത് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് എന്തു മറുപടി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉപ്പമാരെ നിങ്ങൾക്ക് പറയാനുണ്ട്? അവരുടെ പ്രാർത്ഥനകൾ നടക്കുന്ന, അവരുടെ അഖീദ മെല്ലെ മെല്ലെ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുത്തിവെക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ. എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവന്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവന്, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവർക്ക് അത്തരം സ്ഥാപനങ്ങളിലേക്ക് മക്കളെ തള്ളിവിടാൻ സാധിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്സത്ത് അവരുടെ കാലിന്റെ അടിയിലല്ല നമ്മൾ തേടേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് ഇസ്സത്തേകിയ ഒരു സമുദായമാണ് ഞങ്ങൾ. ഫമഹ്മാ ഇബ്തഗൈന അൽ ഇസ്സ ഫീ ഗൈരി അദല്ലന അല്ലാഹ്, ആ ദീനല്ലാത്ത മറ്റൊന്നിൽ ഇസ്സത്ത് ഞങ്ങൾ തേടാൻ പോയാൽ അള്ളാഹു ഞങ്ങളെ നിന്ദിച്ചു കളയുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്സത്ത് ദീനിലാണ് സഹോദരങ്ങളെ, ഇസ്സത്ത് അല്ലാഹുവിനാണ്, ഇസ്സത്ത് അല്ലാഹുവിന്റെ റസൂലിനാണ്, ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്കാണ്. അതല്ലാത്ത കേന്ദ്രങ്ങളിൽ പോയി ഇസ്സത്ത് തേടുന്നത്, പ്രതാപം തേടുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാഥാർത്ഥ്യ ബോധമില്ലാതെ, ദീനിനെ കുറിച്ചറിയാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ അതിൽ നിന്ന് പിന്മാറുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. തൗഹീദിന് പ്രാധാന്യം കൊടുക്കാത്ത ശിർക്കിന്റെ പ്രചാരകർ നടത്തുന്ന സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ട സഹോദരങ്ങളെ. അത്തരം ഉദ്യമത്തിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടതുണ്ട്. മൻ തറക ലില്ലാഹി ഷൈഅൻ അവ്വലല്ലാഹു ഖൈറൻ മിൻഹാ, അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. വിദ്യാഭ്യാസം വേണ്ടത് തന്നെയാണ്, ഏറ്റവും നല്ല നിലക്കുള്ള വിദ്യാഭ്യാസവും വേണ്ടത് തന്നെയാണ്. എന്നാൽ അഖീദയെ അടിയറവ് വെച്ചുകൊണ്ട് അതിലൊരു ചെറിയ വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് ശിർക്കിന്റെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വിടാൻ പാടില്ല സഹോദരങ്ങളെ. അല്ലാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയാൽ മൻ തറക ലില്ലാഹി ഷൈഅൻ അവ്വലല്ലാഹു ഖൈറൻ മിൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? റസൂലാണ് പറയുന്നത്, റബ്ബിന് വേണ്ടി ഒഴിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഖൈറായത് പകരം തരും. അല്ലാഹ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും വേണ്ടിയല്ല, ഒരാളുടെയും തൃപ്തിക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ, ഒഴിവാക്കാൻ, അത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു നിൽക്കാൻ, അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മക്കളെ തിരിച്ചെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തരും. അല്ലാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും തൗഹീദിന്റെ വിഷയം വലിയ ശ്രദ്ധയോടുകൂടെ നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.